ഹലോ എവരി വൺ. IOQM 2025 സെറ്റ് എയിലെ 15th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് ദർ ആർ 6 കൂപ്പൺസ് നമ്പേർഡ് 1 to 6 ആൻഡ് 6 envelopes ഓൾസോ നമ്പേർഡ് 1 to 6. The first two coupons are placed together in any one envelope. Similarly, the third and the fourth are placed together in a different envelope and the last two are placed together in yet another different envelope. How many ways can this be done if no coupon is placed in the envelope having the same number as the coupon എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക, കാരണം കുറച്ച് ലെങ്തി ആണ്, പക്ഷേ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ 6 കൂപ്പൺസ് ഉണ്ട്, 6 envelopes ഉണ്ട്. പക്ഷേ ഈ കൂപ്പൺസ് എല്ലാം അവർ പെയർ ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വരുന്ന രണ്ടാൾക്കാർ 1ഉം 2 അല്ലേ, ഇവർ രണ്ട് പേരെ ഒരു പെയർ ചെയ്യുന്നുണ്ട്. കൂപ്പൺസ് ആണ് കേട്ടോ. അതുപോലെ 3ഉം 4ഉം അവരെ പെയർ ചെയ്യുന്നുണ്ട്. 5ഉം 6ഉം അവരെയും പെയർ ചെയ്യുന്നുണ്ട്. ഇവരെ പെയർ ചെയ്തിട്ടുണ്ട്. റെഡി. ഇനി ഇവരെ നമുക്ക് പ്ലേസ് ചെയ്യണം. അതായത് 1ഉം 2നെയും കൂടി പെയർ ചെയ്തിട്ട് ഒരു എൻവലപ്പിൻ്റെ അകത്താക്കണം. ഇയാൾ ഒന്നിൻ്റെ അകത്താക്കണം, ഇയാൾ ഒന്നിൻ്റെ അകത്താക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ പറയുന്നത്? നോ കൂപ്പൺ ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ഹാവിംഗ് ദ സെയിം നമ്പർ ആസ് ദി കൂപ്പൺ. അത് 1, 2 എന്നുള്ള ഈ ഒരു പെയറിനെ ഫസ്റ്റ് എൻവലപ്പിലും സെക്കൻഡ് എൻവലപ്പിലും ആക്കാൻ പറ്റില്ല. ബാക്കി 4 envelopes എതിരായാലും കുഴപ്പമില്ല. ഇയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? 3ലും 4ലും 3 എന്നുള്ള എൻവലപ്പിലും 4 എന്നുള്ള എൻവലപ്പിലും ആക്കാൻ പറ്റില്ല. ബാക്കി എതിരായാലും കുഴപ്പമില്ല. ഇയാളെയാണെങ്കിലോ 5ലും 6ഉം അല്ലാത്ത വേറെ ഏത് എൻവലപ്പിലും ആണെങ്കിലും ആക്കാം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനൊക്കെ മറക്കുക. ഒരു ജനറൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇയാളെ നമുക്ക് അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇവരെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 1, 2 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് വേണമെങ്കിൽ ഏതൊക്കെ ആക്കാം. ഇപ്പോൾ നമുക്ക് എത്ര envelopes ഉണ്ട് അവിടെ? 6 envelopes ഉണ്ട്. 1ഉം 2 അല്ലാത്ത 3ലാക്കാം, 4ലാക്കാം, 5, 6 അല്ലേ, ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇനി 3, 4 ആണെങ്കിലോ 1ൽ വെക്കാം, 2ൽ വെക്കാം, 5ലാക്കാം, 6ൽ. ഇതൊക്കെ envelopes ആണ് കേട്ടോ. ഞാൻ റൗണ്ട് ചെയ്യുന്ന envelopes ആണ്. 5ഉം 6ൻ്റെ കേസിലാണെങ്കിലോ 1ലാക്കാം, 2, 3, 4 അല്ലേ, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ. കണ്ടീഷനും കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ എനിക്ക് വേണമെങ്കിൽ 1ലും ആക്കാം, 2ലും ആക്കാം. ഇയാളെ വേണമെങ്കിൽ എനിക്ക് 3ലും ആക്കാം, 4ലും ആക്കാം. ഇയാളെ എനിക്ക് 5ലും ആക്കാം, 6ലും ആക്കാം. ഓക്കെ, ഇത് കണ്ടീഷൻ കൺസിഡർ ചെയ്യാത്ത കേസുകളാണ് കേട്ടോ. കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസുകളെ പറ്റുള്ളൂ. കൺസിഡർ ചെയ്യാത്ത കേസിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഇല്ലാത്ത നോക്കുമ്പോൾ, കണ്ടീഷൻ ഇല്ല നോക്കുമ്പോൾ അവിടെ മാക്സിമം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇയാളെ ഈ രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ടോട്ടൽ എത്ര വേസ് ഉണ്ടാവും? ടോട്ടൽ എത്ര വേസ് ഉണ്ടാവുക? നമുക്ക് 6p3 എന്ന് പറയാൻ പറ്റും അല്ലേ. 6p3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ഈ ഒരു സെക്ഷൻ കാര്യങ്ങൾ നടത്താൻ പറ്റും. കാരണം എന്താ, ഓരോ ആളുകൾ 3 ആളുകളാണുള്ളത്. ഈ 3 ആളുകളെ നമുക്ക് 6 envelopesനകത്തോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ 6p3യുടെ വാല്യൂ എത്ര വരിക? 120. സോ 120 എന്നുള്ളത് ടോട്ടൽ എല്ലാ രീതികളും കൺസിഡർ ചെയ്തിട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഇനി കണ്ടീഷൻ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെങ്ങനെ അതിനകത്തോട്ട് ആക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട റിയൽ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, റിയലി എത്ര വേസുകൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 120യിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? പല കേസുകൾ. അതായത് ഈ ഒരു 1, 2 എന്ന് പറയുന്ന ആള് 1ലോ 2ലോ, അതായത് envelope 1ലോ envelope 2ലോ വരുന്ന കേസുകൾ ഒഴിവാക്കണം അല്ലേ. അതുപോലെ തന്നെ 3ഉം 4ഉം അങ്ങനെ വരുന്ന കേസുകൾ ഒഴിവാക്കണം. 5ഉം 6ഉം വരുന്ന കേസുകൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം 4ഉം മാത്രമായിട്ട് അങ്ങനെ വരുന്ന കേസുകൾ ഒഴിവാക്കണം. ഇങ്ങനത്തെ കേസുകളെല്ലാം എന്ത് ചെയ്യണം? നമുക്കത് ഒഴിവാക്കണം. റെഡി അല്ലേ? സോ അങ്ങനെയുള്ള കേസുകൾ ഏതൊക്കെ വരും, അല്ലെങ്കിൽ അതിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്, അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ വാല്യൂസ് എന്ത് വരും, ഇതെല്ലാമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ഇത് ഒഴിവാക്കേണ്ടത് നമുക്കിവിടെ n ഓഫ് A യൂണിയൻ B യൂണിയൻ C ആണ്. 120യിൽ നിന്ന് n ഓഫ് A യൂണിയൻ B യൂണിയൻ C ആണ് ഒഴിവാക്കേണ്ടത്. എന്താ A യൂണിയൻ B യൂണിയൻ C? അത് ഓരോ കേസ് A എന്താ, B എന്താ, C എന്താ ജസ്റ്റ് ഞാൻ പറയാം. അതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ സെറ്റ് തിയറിയിൽ മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. A യൂണിയൻ B യൂണിയൻ Cൻ്റെ n അതിൻ്റെ നമ്പർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? n ഓഫ് A യൂണിയൻ B യൂണിയൻ C is equal to n of A plus n of B plus n of C minus n of A intersection B minus n of A intersection C minus n of B intersection C plus n of A intersection B intersection C. അല്ല, ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഇനി A എന്ന് പറയുന്ന കേസ് എന്താണ്? A എന്ന് പറയുന്ന കേസ് ഇപ്പോൾ ഏതെങ്കിലും ഒരാളെടുക്കുക. ഇപ്പോൾ 1, 2 എന്ന് പറയുന്ന പെയർ, ഈ 1, 2 എന്ന് പറയുന്ന പെയർ 1 എന്ന് പറയുന്ന എൻവലപ്പിലോ അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന എൻവലപ്പിലോ വരുന്ന കേസ്.
ഓക്കെ. അപ്പോൾ 1 2 എന്ന് പറയുന്ന ആൾ 1 എന്ന് പറയുന്ന എൻവലപ്പിൽ വരാം, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന എൻവലപ്പിൽ വരാം. നമുക്ക് ഒഴിവാക്കേണ്ട ആൾക്കാരാണ് കേട്ടോ, അങ്ങനെ വരാം. അതാണ് നമ്മൾ എ എന്നുള്ള കേസാക്കി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ 1 2 എന്ന് പറയുന്ന ആൾ 1 വന്നു, ഓക്കെ, അല്ലെങ്കിൽ 2 വന്നു. അപ്പോൾ അതിലവിടെ എത്ര പോസിബിലിറ്റീസ് ആണുള്ളത്? 2 പോസിബിലിറ്റീസ് ആണ് ഇയാൾക്കുള്ളത്. രണ്ട് പോസിബിലിറ്റീസ്. അപ്പോൾ 1 വരാം, 2 വരാം. ഇനി ഏതേ 1 വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, അതായത് 3 4 എന്ന് പറയുന്ന അടുത്ത പെയറിന് ബാക്കി എത്ര ഓപ്ഷൻസ് ഉണ്ട്? ബാക്കി എത്ര ആൾക്കാരുണ്ട് അവിടെ? 5 ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഇയാൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഏതേ 1 അയാൾ വെച്ചു. ബാക്കി എത്ര ആളുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ അടുത്ത ആൾക്ക് 3 4 എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 5 പോസിബിലിറ്റീസ് ഉണ്ട്. അടുത്ത ആളെ 1 വെച്ചു. ബാക്കി അടുത്ത് വരുന്ന 5 6 എന്ന് പറയുന്ന പെയറിന് എത്ര എൻവലപ്സ് ഉണ്ടാവും? ബാക്കി 4 എൻവലപ്സ്. കാരണം ഒരു എൻവലപ്പിൽ 1 2 വെച്ചു, ഒരു എൻവലപ്പിൽ 3 4 വെച്ചു. ബാക്കിയുള്ള 5 6 എത്ര എൻവലപ്സ് ഉണ്ട്? ഇനി 4 എൻവലപ്സ്. സോ അപ്പോൾ എത്രയുണ്ട്? 40 വേസ് നമുക്ക് ചെയ്യാൻ പറ്റും. 40 വേസിൽ ഇത് ഒരു കേസ്, അതായത് 1 2നെ 1ലോ 2ലോ വെച്ച് ചെയ്യുന്ന കേസാണ്. ഇതേപോലെ നമ്മൾ 1 2ന് പകരം ഇവിടെ നമ്മൾ 3 4നെ 3ലോ 4ലോ വെച്ച് ചെയ്യുന്ന കേസാണെങ്കിൽ അതിലും എത്ര ഉണ്ടാവും? 40 കേസസ് ഉണ്ടാവും അല്ലേ? 5 6നെ 5ലോ 6ലോ വെച്ച് ചെയ്യുന്ന കേസ് പോലെ നോക്കുകയാണെങ്കിൽ അത് എത്ര വേസ് ഉണ്ടാവും? 40 വേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഈ ഓരോ കേസുകൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന കേസ് നമ്മളിവിടെ പറഞ്ഞ പോലെ ബി എന്നുള്ള കേസ്, സി എന്നുള്ള കേസ്. ഓക്കെ, ബി എന്നുള്ള കേസിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതും കൂടി ഡയഗ്രത്തിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി വരാൻ. ഓക്കെ, എ എന്നുള്ള കേസ് ഞാൻ പറഞ്ഞു 1 2 എന്ന് പറയുന്ന പേരിനെ 1ലോ 2ലോ വെക്കുന്ന കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന കേസിൽ 3 4നെ 3ലോ 4ലോ വെക്കുന്ന കേസ്. സി എന്ന് പറഞ്ഞാൽ 5 6നെ 5ലോ 6ലോ വെക്കുന്ന കേസ്. സെയിം രീതിയിൽ തന്നെ ഇതെന്തായിരിക്കും? 2 × 5 × 4 ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായിരിക്കും? ഇതും 2 × 5 × 4 ആയിരിക്കും അല്ലേ? കാരണം എന്താ? നിങ്ങൾ വെച്ചാൽ 5 6 ഇയാളെ 5ലോ 6ലോ വെക്കുക, 2 പോസിബിലിറ്റീസ് 2. അല്ലെങ്കിൽ 1 വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബാക്കി അടുത്തൊരാൾ എടുക്കുമ്പോൾ അയാൾക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? എത്ര എൻവലപ്സ് ഉണ്ടാവും? 1 വെച്ച് കഴിഞ്ഞാൽ ബാക്കി 5 എൻവലപ്സ്, അതാണ് 5. അടുത്ത 2 ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എൻവലപ്സ് ഉണ്ട്? 4. അപ്പോൾ തേർഡ് വരുന്ന ആൾക്ക് 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലോട്ട് പോകാം, അതാണ് 4 വരാൻ കാരണം. ഒരു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വേസ് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് എൻ ഓഫ് എ, ഇതാണ് എൻ ഓഫ് ബി, ഇതാണ് എൻ ഓഫ് സി. ക്ലിയർ അല്ലേ? ഓക്കെ ആയിട്ട് നാം വിചാരിക്കുന്നു എല്ലാവർക്കും. റെഡി? ഇനി അടുത്ത കേസ്, ഇപ്പോൾ നമ്മൾ എ ഇന്റർസെക്ഷൻ ബിയുടെ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയുടെ കേസ് എന്താ? 1 2 എന്ന് പറയുന്ന ആള്, അതുപോലെ സെക്കൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 4ൻ്റെ കേസാണ്. ഓക്കെ, 1 2 അതുപോലെ 3 4ഉം. ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 2നെ നമ്മൾ 1ലോ 2ലോ വെക്കുന്നു, അത് അതേസമയം 3 4നെ 3ലോ 4ലോ വെക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ ഇയാൾക്ക് 1 2നെ 1ലോ 2ലോ വെക്കാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. 3 4നെ 3ലോ 4ലോ 2 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായി? 2 എൻവലപ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് 1ലോ 2ലോ നമ്മൾ 1 2നെ വെച്ചിട്ടുണ്ട്, 3ലോ 4ലോ ഏതോ 1ൽ 3 4നെ വെച്ചിട്ടുണ്ട്. 2 എൻവലപ്സ് ഫില്ലായി. ഇനി എത്ര എൻവലപ്സ് അവിടെ ബാക്കിയുണ്ട്? 4. അപ്പോൾ അടുത്ത് വരുന്ന 5 6നെ ഏതിലേ വെക്കാൻ പറ്റുള്ളൂ? 4 ഓപ്ഷൻസിലേ വെക്കാൻ പറ്റുള്ളൂ. സോ ഇൻറ്റു 4, 2 × 4, 4 × 4, 16 വേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ ഒരാളെ മാത്രം ഫിക്സ് ചെയ്ത കേസാണ് പറഞ്ഞത് അല്ലേ? ഒരാളെ മാത്രം ഇതേ 1ൽ വെക്കുന്നു, പിന്നെ ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ 2 പേരെ ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ വെച്ചിട്ട് ബാക്കിയുള്ള ആളെ അറേഞ്ച് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അത് 16 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ സി എത്രയായിരിക്കും? അതും 16 ആയിരിക്കും അല്ലേ? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി എന്തായിരിക്കും? 16 ആയിരിക്കും. റെഡി അല്ലേ? ഇനി എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് കാണുന്നത് വിചാരിക്കുക. ഓക്കെ, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അതെങ്ങനെ കാണുക? എന്താ അതിൻ്റെ മീനിങ്? എല്ലാവരെയും, അതായത് 1 2 3 4 5 6, 1 2നെ 1ലോ 2ലോ വെക്കുക, 3 4നെ 3ലോ 4ലോ വെക്കുക, 5 6നെ 5ലോ 6ലോ വെക്കുക അല്ലേ? അപ്പോൾ ഫസ്റ്റിലുള്ള ആൾക്ക് 2 പോസിബിലിറ്റീസ്, രണ്ടാമത്തെ ആൾക്ക് 2 വേസ്, അടുത്തതിലും 2 വേസ്. സോ 2 × 2 × 2 8 എന്ന് വരും. 8 എന്ന് വരും. അപ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എത്രയാണ്? 8 ആയിട്ട് വരും. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി 8 ആയിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഐഡിയ കിട്ടിയില്ലേ ഓരോരുത്തരും എന്താണ് കേസ് എന്നുള്ളത്. ഇനി നമ്മുടെ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 120 മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി, ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ എയും ബിയും സി എന്താണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 എന്ന് പറയുന്ന പേര് 1ലോ 2ലോ വരിക,
ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4 എന്ന് പറയുന്ന പേര് 3-ലോ 4-ലോ വരിക. സി എന്ന് പറഞ്ഞാൽ 5, 6 എന്ന് പറയുന്ന പേര് 5-ലോ 6-ലോ വരിക. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 കേസുകളെയും നമുക്കത് ഒഴിവാക്കണം. 3 കേസിനെ കമ്പൈൻ ചെയ്ത്, അതുകൊണ്ടാണ് 3 കേസിൻ്റെ ഇത് യൂണിയൻ ആക്കിയത്, 3 കേസിനെ യൂണിയൻ ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എയും ബിയും സി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഈ 3 കേസുകൾ നമുക്കൊന്ന് ഒഴിവാക്കണം, ഇവരുടെ എല്ലാ കമ്പൈൻ കേസുകളും ഒഴിവാക്കണം. അതുകൊണ്ടാണ് മൈനസ് ചെയ്തത്. കാരണം ഈ 120 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസാ എല്ലാ കേസുകളും എടുത്തതിന് ശേഷം ടോട്ടലാണ് എന്ത് 120. അതിന് ആരെ ഒഴിവാക്കണം? ഈ കണ്ടീഷൻ പറഞ്ഞ നോ കൂപ്പൺ ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ഹാവിംഗ് സെയിം നമ്പർ, അതിന് ഒഴിവാക്കണം. അപ്പോൾ 3 കേസ് യൂണിയൻ ചെയ്യണം. പക്ഷേ യൂണിയൻ ചെയ്യുമ്പോൾ കുഴപ്പം എന്താ? അതിലുള്ള ചില കേസുകൾ ഓവർലാപ്പിംഗ് വരാം, ചില കേസുകൾ കൺസിഡർ ചെയ്യാതെ വരാം, ഒരു കേസ് 2 പ്രാവശ്യം വരുന്നത് വരാം, 3 പ്രാവശ്യം വരുന്നത് വരാം. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് എ യൂണിയൻ ബി യൂണിയൻ സിന്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഓരോരുത്തരും എൻ ഓഫ് എ, എൻ ഓഫ് ബി, എൻ ഓഫ് സി കിട്ടി. പിന്നെ ഓരോരുത്തരുടെയും ഓരോ സിംഗിൾ ആൾക്കാരുടെ അടുത്തുള്ള ഇന്റർസെക്ഷൻ കിട്ടി. 3 പേരുടെ ഇന്റർസെക്ഷൻ കിട്ടി. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും 120 മൈനസ്, ഓക്കെ, ഇക്വേഷനിൽ ഫസ്റ്റ് വരുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഓരോരുത്തരെ 40 40 40. അപ്പോൾ എന്ത് വരും? 40 പ്ലസ് 40 പ്ലസ് 40. അടുത്ത് മൈനസ് ഓരോരുത്തരെ അല്ലേ, എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ സി, ബി ഇൻ്റർസെക്ഷൻ സി, അവരുടെ നമ്പേഴ്സ് മൈനസ് എല്ലാം എന്താണ് 16 ആണ്. അപ്പോൾ മൈനസ് 16 മൈനസ് 16 മൈനസ് 16 പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയുടെ നമ്പർ എത്രയാണ്? അത് 8 ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 120 മൈനസ്, ഇവിടെ നിങ്ങൾ നോക്കിയേ 40 പ്ലസ് 40 പ്ലസ് 40 120 ആണ്. മൈനസ് എന്താ വരിക? 16 മൈനസ് 48 ആണ്, പ്ലസ് 8 എന്ന് വരും. സോ 120 മൈനസ് 120 പ്ലസ് 48 മൈനസ് 8 വരും. 120 കട്ടാവും. 48 മൈനസ് 8 എന്ത് വരും? 40 എന്ന് വരും. 40. സോ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് 40 വേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, 40 വേസിന് ഞാൻ കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്, എല്ലാ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനും ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്റിനും മനസ്സിലാവുന്ന പോലെ. കാരണം കംപ്ലീറ്റ്ലി ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ്റെ ഒരു മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ, ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി ലോജിക്ക് യൂസ് ചെയ്തിട്ടും ഒരു പ്രാക്ടിക്കൽ വേസിലും 2 ആളുകൾക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തത് പറഞ്ഞത്. ഇത് പെർമിറ്റേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ഇതുപോലെ പെർമിറ്റേഷൻ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 എന്നുള്ളത് ഒരു എൻവലപ്പിൽ വെക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, എത്ര വേസ് ഉണ്ട്? 1 2 എന്ന് പറയുന്ന ഒരു പെയറിന് ഒരു എൻവലപ്പിൽ വെക്കാൻ 6 വേസ് ഉണ്ട്. 6 എൻവലപ്സ് ഉണ്ട്. ഒരു എൻവലപ്പ് ഫില്ല് ചെയ്യാൻ രണ്ടാമത്തെ ആളെ വെക്കാൻ എത്ര എൻവലപ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ? 5 എൻവലപ്സേ ഉള്ളൂ. രണ്ടാമത്തെ ആളെ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ വെക്കാൻ എത്ര എൻവലപ്സേ ബാക്കിയുള്ളൂ? 4 എൻവലപ്സേ ഉള്ളൂ. സോ 6 × 5 30, 30 × 4 120 അങ്ങനെയും കിട്ടും. മനസ്സിലായി? അത് തന്നെയാണ് 6p3 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് പെർമിറ്റേഷൻ്റെ ടേം ആണെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കൺഫ്യൂഷൻ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാതെ ഇത് മനസ്സിലാക്കിയാലും മതി. റെഡിയാണ്? ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സോ 40 എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. റെഡി? താങ്ക് യു.